ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത മലയാള സിനിമയിലെ ലഹരി ബന്ധവുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന കൂടുതൽ വെളിപ്പെടുത്തലുകളിലേക്ക് തന്നെയാണ്. നടൻ ഷൈൻ ടോം ചാക്കോക്കെതിരെ നടി വിൻസി അലോഷ്യസ് പരാതി നൽകിയെന്ന വാർത്തയാണ് ഏറ്റവും പുതിയത്. ഫിലിം ചേംബറിനും സിനിമയുടെ ICCക്കുമാണ് പരാതി നൽകിയത്. ലഹരി ഉപയോഗിച്ച് സെറ്റിലെത്തിയ ഒരു നടൻ തന്നോടും സഹപ്രവർത്തകയോടും മോശമായി പെരുമാറിയെന്ന് നേരത്തെ വിൻസി ആരോപിച്ചിരുന്നു. അതിനിടെ ഇന്നലെ രാത്രി കൊച്ചിയിലെ ഹോട്ടലിൽ ഡാൻസ് ഓഫ് സംഘം പരിശോധനയ്ക്ക് എത്തിയപ്പോൾ ഷൈൻ ടോം ചാക്കോ ഇറങ്ങിയോടി. ഷൈൻ ഇറങ്ങിയോടുന്നതിന്റെ ദൃശ്യങ്ങളും ന്യൂസ് 18 ലഭിച്ചു. ഡാനി പോൾ ചേർന്നു. ഡാനി, ഇത് ആരായിരിക്കും ഈ നടൻ എന്ന് പേരെടുത്ത് പറയാതെയാണ് വിൻസി അലോഷ്യസ് പരാതി വന്നത്. പക്ഷെ അപ്പോൾ പോലും ഷൈൻ ടോം ചാക്കോ ഒക്കെ ആണോ ഇതിനകത്ത് എന്നുള്ള തരത്തിലുള്ള അഭ്യൂഹങ്ങളൊക്കെ പരന്നിരുന്നു. സ്വാഭാവികമായിട്ടും ഇത്തരം ലഹരി കേസുകൾ പലതവണ എടുത്തിരിക്കുന്ന ഒരാളായതുകൊണ്ട് തന്നെ ഈ വിഷയം ഷൈൻ തന്നെയാണ് എന്ന് വ്യക്തമാകുന്ന അതേ സമയത്ത് തന്നെ ഡാൻസ് ഓഫ് പരിശോധനയിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഇറങ്ങി ഓടുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തു വരുന്നു. ഇതെപ്പോ സംഭവിച്ചതാണ് ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്ന കാര്യങ്ങൾ? കഴിഞ്ഞ ദിവസം രാത്രിയാണ് ഇത് സംഭവിക്കുന്നത്. കൊച്ചിയിലൊരു നക്ഷത്ര ഹോട്ടലിലാണ് പോലീസ് പരിശോധനയ്ക്ക് വേണ്ടി എത്തിയത്. കാരണം ഈ ലഹരി ഉപയോഗിക്കുന്നവരെ കുറിച്ച് കൃത്യമായ രീതിയിൽ ഇങ്ങനെ ഒരു നക്ഷത്ര ഇടപാടുകൾ നടത്തുന്നവരെ കുറിച്ചുള്ള വിവരങ്ങളിലേക്ക് പോലീസ് എത്തുകയും ചെയ്തിരുന്നു. വിൻസി അലോഷ്യസ് പറഞ്ഞ കാര്യങ്ങളിലേക്ക് പോലീസിന് ഇന്നലെ രാത്രിയോടുകൂടി തന്നെ അതിൻ്റെ ഒരു വിശദാംശങ്ങൾ ലഭ്യമാകുകയും ചെയ്തു. അപ്പോൾ സിനിമാ മേഖലയ്ക്കകത്ത് ഈ ലഹരി ഉപയോഗം അത് ഒരു തടസ്സവുമില്ലാതെ തന്നെ തുടർന്നു എന്നൊരു അനുമാനം പോലീസിനും എക്സൈസിനും എല്ലാം തന്നെയുണ്ട്. ഇന്നലെ പരിശോധനയ്ക്ക് എത്തുമ്പോഴായിരുന്നു ഇത് സംഭവിക്കുന്നത്. എന്നാൽ പരിശോധനയെക്കുറിച്ച് വിവരം ലഭിച്ചു എന്ന് തന്നെയാണ് ഇവർ ഈ ഒളിച്ചോട്ടത്തിൽ നിന്ന് അറിയാനായിട്ട് സാധിക്കുന്നത്. ഷൈൻ ടോം ചാക്കോയ്ക്കൊപ്പം തന്നെ മറ്റ് 2 സുഹൃത്തുക്കൾ കൂടി അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്നു എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ അതിൻ്റെ റിസപ്ഷനിലൂടെ ആ ഭാഗത്തിലൂടെ ഓടി രക്ഷപ്പെടുന്നതാണ്. ആ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഏതായാലും ഇതിൽ വളരെ കൃത്യമായ രീതിയിൽ തന്നെ വിൻസി അലോഷ്യസ് പരാതിയുമായി മുന്നോട്ട് വന്നതിനെ തുടർന്നാണ് പോലീസ് ഈ രീതിയിലുള്ള പരിശോധനകളിലേക്ക് അടക്കം കടക്കുകയും ചെയ്യുന്നത്. ആ പരിശോധനയിൽ നിന്ന് ഇന്നലെ തലനാരിഴയ്ക്കാണ് ഷൈൻ ടോം ചാക്കോ രക്ഷപ്പെടുന്നത്. പോലീസിന് കൃത്യമായ വിവരങ്ങൾ ലഭിച്ചിരുന്നു. ഇങ്ങനെ ഒരു നടൻ ഉൾപ്പെടുന്ന ഒരു സംഘം ഇവിടെ ഈ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട ഈ ഹോട്ടലിൽ ഉണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഉണ്ട്, അല്ലെങ്കിൽ ഈ സംഘത്തിലേക്ക് ലഹരി എത്തിയതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പോലീസിന് ശേഖരിക്കാൻ സാധിച്ചിരുന്നു. അതുകൊണ്ടാണ് ഡാൻസ് ഓഫ് സംഘം കൃത്യമായി ഇവിടെ പരിശോധനയ്ക്ക് എത്തുന്നത്. പക്ഷേ ആ വിവരം പോലും ഇവർക്ക് ലഭിച്ചു എന്നതാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് ഇവരെ പിടിയിൽപ്പെടാതെ തന്നെ അവിടെ നിന്ന് പുറത്തു കടക്കാൻ കഴിഞ്ഞു എന്നതാണ്. ഏതായാലും ഈ വിഷയത്തിലെ വിവാദങ്ങൾ അവസാനിക്കുന്നില്ല. വിൻസി അലോഷ്യസ് നൽകിയ പരാതിയിൽ കൃത്യമായി തന്നെ ഷൈൻ ടോം ചാക്കോയുടെ പേര് രേഖപ്പെടുത്തിയിരിക്കുന്നു. താൻ പറഞ്ഞ നടൻ ഷൈൻ ടോം ചാക്കോ തന്നെയാണെന്ന് അവർ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരിൽ നിന്ന് വിശദീകരണം തേടിയ ഫിലിം ചേംബറിനും അതിൻ്റെ ഇന്റേണൽ കമ്മിറ്റിക്കും എല്ലാം തന്നെ കൃത്യമായ രീതിയിൽ തന്നെ അവർ പരാതി നൽകിയിരിക്കുന്നു. അതിനിടയിലാണ് ഇപ്പോൾ ഷൈൻ ടോം ചാക്കോ ഇതിൽ നിന്ന് ഇവിടെ ഈ ലഹരി പരിശോധനയ്ക്കിടയിൽ നിന്ന് ഓടി രക്ഷപ്പെടുന്ന രംഗം കൂടി പുറത്തു വരുന്നത്. എന്തായാലും അന്വേഷണവുമായി പോലീസ് മുന്നോട്ട് പോകുന്നു. എക്സൈസ് സംഘവും പിറകെയുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണത്തിലുണ്ട്. ഈ ഹോട്ടലുകൾ കേന്ദ്രീകരിച്ച്, പ്രത്യേകിച്ച് ഇത്തരം വൻകിട ഹോട്ടലുകൾ കേന്ദ്രീകരിച്ചെല്ലാം തന്നെ ഈ ലഹരി ഉപയോഗിക്കുന്നവരൊരു കൂട്ടായ്മകൾ ഉണ്ട് എന്ന സംശയം പോലീസിന് കഴിഞ്ഞ കുറേ നാളുകളായിട്ടുണ്ട്. ചില പരിശോധനകൾ അവിടെ നടത്തിയിരുന്നു. എന്നാൽ കാര്യമായ രീതിയിലേക്ക് അത് മുന്നോട്ട് പോകാനായിട്ട് സാധിച്ചില്ല. കാരണം വലിയ ഉന്നതർക്ക് വലിയ ബന്ധങ്ങളുള്ള ഒരിടമായതുകൊണ്ട് തന്നെ ഈ രീതിയിലേക്ക് മുന്നോട്ട് പോകുന്നതിന് പോലീസിനും എക്സൈസിനും ഒന്നും തന്നെ സാധിച്ചിരുന്നില്ല. എന്തായാലും ഇത്തവണയെങ്കിലും അതിന് മാറ്റമുണ്ടാകുന്നു. അതിൽ പരിശോധനകളിലേക്ക് പോകുമ്പോൾ അതിൽ നിന്ന് ഷൈൻ ടോം ചാക്കോ അടങ്ങുന്ന സംഘം രക്ഷപ്പെടുന്ന ഒരു ദൃശ്യങ്ങൾ കൂടി ഇതിലേക്ക് പുറത്തേക്ക് വരികയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ കേസിൽ വിൻസി അലോഷ്യസിൻ്റെ അടക്കം മൊഴിയെടുക്കുന്നു. എക്സൈസും പോലീസും എല്ലാം വരും ദിവസങ്ങളിൽ തന്നെ ഈ മൊഴിയെടുപ്പ് അടക്കമുള്ള കാര്യങ്ങളുണ്ടാകും. അതോടൊപ്പം തന്നെ സിനിമാ മേഖലയിലെ സംഘടനകളുടെ യോഗം ചേർന്നുകൊണ്ട് എന്താണ് ഇനിയുള്ള നടപടി എന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോവുകയും ചെയ്യും. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉയർന്നിരുന്ന വലിയ ചോദ്യം ആരാണ് ഈ നടൻ എന്നത് സംബന്ധിയായ കാര്യങ്ങളിലായിരുന്നു. നടൻ്റെ പേര് പറഞ്ഞാൽ മാത്രം ഈ നടപടി എന്ന രീതിയിലേക്കടക്കം അമ്മ അടക്കമുള്ള താരസംഘടന എത്തുകയും
പിന്നീട് വലിയ രീതിയിൽ പ്രതിഷേധം അല്ലെങ്കിൽ ഇത് ആരോപണങ്ങൾ ശക്തമാകുമ്പോൾ അവർ ഇന്നലെ ഈ പരാതി നൽകാം, ശക്തമായ നടപടി ഉണ്ടാകും, പക്ഷേ പേരടക്കമുള്ള കാര്യങ്ങൾ വേണമെന്ന് പറയുകയും ചെയ്തു. ഇതിനുശേഷമാണ് നടി പേര് പറഞ്ഞുകൊണ്ട് തന്നെ പരാതി നൽകുകയും ചെയ്തത്. ഏതായാലും ഇനി എന്താണ് സിനിമാ സംഘടനകൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നത് ഇനി അറിയേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ പോലീസും എക്സൈസിൻ്റെയും തുടർ നടപടികളും ഈ വിഷയത്തിൽ എന്തായിരിക്കുമെന്നാണ് ഇനി കാത്തിരിക്കേണ്ടത്. അതായത് ഡാനി, വളരെ പ്രധാനപ്പെട്ട കാര്യം, ഈ ഒരു വിഷയം വന്നപ്പോൾ തന്നെ സിനിമാ സംഘടനകൾ കൃത്യമായി ഇതിനകത്ത് ഇടപെടുന്നുണ്ടായിരുന്നു. ഈ പേര് പറയണം എന്ന് അമ്മ ഭാരവാഹികൾ തന്നെ ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യം നേരിട്ട് തന്നെ അമ്മ ഭാരവാഹികൾ നമ്മളോട് പ്രതികരിക്കുകയും ചെയ്തതാണ് ഈ കാര്യമൊക്കെ. അതായത് സിനിമാ മേഖലയ്ക്കകത്ത് ഈ ലഹരി ബന്ധമുള്ളവരുടെ പേരുകൾ കൂടുതൽ പുറത്തേക്ക് വരിക, അത്തരത്തിലുള്ള ആരോപണങ്ങൾ പുറത്തേക്ക് വരിക, അന്വേഷണങ്ങൾ നടക്കുക, ഇത്തരത്തിലുള്ള പരാതികളും മറ്റുള്ളവരുടെ ഭാഗത്ത് നിന്ന് വരിക, സിനിമാ സംഘടനകൾ കടുത്ത നിലപാടെടുക്കാൻ നിർബന്ധിതമാകുന്നു എന്നുകൂടി ഇതിനൊപ്പം ചേർത്ത് വായിക്കണോ? ഇത്തവണയെങ്കിലും സിനിമാ സംഘടനകൾ കടുത്ത നിലപാട് എടുക്കണം. കാരണം നിരവധി തവണ പലതവണയായിട്ട് പരാതികൾ പലപ്പോഴും തന്നെ വന്നിരുന്നെങ്കിലും ഇത്ര ഡയറക്റ്റായിട്ട് ഒരു പരാതി ഒരു നടി നൽകുകയാണ്. അവർ ഈ അമ്മയിൽ അംഗമല്ല എന്ന ആദ്യഘട്ടത്തിൽ പറയുകയും ചെയ്തു. പക്ഷേ ഇതിൽ ഒരു നടപടി അടക്കമുള്ള കാര്യങ്ങളിലേക്കെല്ലാം തന്നെ പോകേണ്ടതുണ്ട്. പോവുകയാണെങ്കിൽ അതിൽ എന്താണ് അടുത്തത് എന്നതാണ് ഇനി അറിയേണ്ടത്. അതിൽ ഇത്തവണയെങ്കിലും നടപടികൾ ഉണ്ടാകണം എന്നതാണ് ചൂണ്ടിക്കാണിക്കുന്നത്. കാരണം ഈ നടി കൃത്യമായി പേര് പറഞ്ഞുകൊണ്ട്, സ്ഥലം പറഞ്ഞുകൊണ്ട്, സമയം പറഞ്ഞുകൊണ്ടാണ് ഈ പരാതി ഉന്നയിച്ചിരിക്കുന്നത്. അതുമാത്രമല്ല പറഞ്ഞ ആ പരാതിയിൽ അവരുടെ ദേഹത്ത് തട്ടുകയും കാര്യങ്ങൾ അവർക്ക് ഇഷ്ടമല്ലാത്ത രീതിയിൽ തന്നെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ തന്നെ പെരുമാറുക എന്നതടക്കമുള്ള കാര്യങ്ങളിലേക്കെല്ലാം തന്നെ വന്നിട്ടുണ്ട്. അത് ലഹരി ഉപയോഗത്തിൽ മാത്രം പെടുന്നതല്ല. അതിനുശേഷം അയാളുടെ വായിൽ നിന്ന് വെള്ളപ്പൊടി അടക്കമുള്ള എന്തോ തുപ്പുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുന്നു. അപ്പോൾ ഈ ലഹരി ഉപയോഗം അടക്കമുള്ള കാര്യങ്ങളിലേക്കെല്ലാം തന്നെ ഇത് പോകുന്നു. അതിനപ്പുറം തന്നെ സ്ത്രീത്വത്തെ അപമാനിച്ചെന്നുള്ള രീതിയിലുള്ള പരാതികളുണ്ട്. അപ്പോൾ പോലീസും ഇക്കാര്യത്തിൽ നടപടികളിലേക്ക് തന്നെ നീങ്ങും. അതിനു മുൻപ് സിനിമാ സംഘടനകൾ എന്താണ് ഇതിൽ സ്വീകരിക്കുക, നടപടികൾ എടുത്തേ മതിയാകൂ എന്ന രീതിയിലേക്ക് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് വന്നിരിക്കുക തന്നെയാണ്. വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരും മണിക്കൂറുകളിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ഔദ്യോഗികമായ പ്രതികരണങ്ങളെല്ലാം തന്നെ പ്രതീക്ഷിക്കുകയാണ്. കാരണം ഇതൊരു ചെറിയ പരാതിയല്ല. നേരത്തെയും മലയാള സിനിമയിൽ സിനിമാ മേഖലയിൽ തന്നെ ലഹരി ഉപയോഗം വളരെ കൂടുതലായിട്ട് തന്നെ ഉണ്ട്. പലരും പിടിക്കപ്പെടുന്ന സാഹചര്യങ്ങളുണ്ട്. പലപ്പോഴും മോശമായ സാഹചര്യങ്ങളിലേക്ക് അടക്കം കടന്നു പോകുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ, ചില അഭിമുഖങ്ങൾ പോലും താരങ്ങൾ പങ്കെടുക്കുമ്പോൾ അതിൽ പോലും ഇവരെന്തേ ഇങ്ങനെ പെരുമാറുന്നു, വളരെ അസ്വാഭാവികമായി പെരുമാറുന്നു എന്നതടക്കമുള്ള ചോദ്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ വലിയ ചോദ്യങ്ങളുടെ മുൻപിലേക്ക് തന്നെയാണ് മലയാള സിനിമയെ കൊണ്ടെത്തിച്ചത്. ഉത്തരവാദിത്തപ്പെട്ട സംഘടനകൾ അതിന് മറുപടി പറയേണ്ടതാണ്, നടപടികൾ എടുക്കേണ്ടതാണ്. ഇവിടെ ഒരു നിയമവ്യവസ്ഥിതിയുണ്ട് എന്ന് അവർക്ക് കൂടി ബോധ്യം വരേണ്ടതാണ്. ആ രീതിയിലേക്കെല്ലാം തന്നെ കാര്യങ്ങൾ പോകേണ്ടതാണ്. അപർണ, ഡാനി, ഇതിനകത്തെ എല്ലാ സമയത്തും ഈ വിഷയം വരുമ്പോൾ പരിശോധനകൾ കൃത്യമായിട്ട് നടക്കുന്നില്ല എന്ന് സിനിമയുടെ അകത്തുനിന്ന് തന്നെ ഒരു വിഭാഗം പറയുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ